ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ബേസസ് ഓർ ആൽക്കലി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീനെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിൽ എന്താണ്, ആദ്യത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി ദേ ഹാവ് ബിറ്റർ ടേസ്റ്റ് ആണ്. അതേപോലെ രണ്ടാമത്തേത്, അത് ഇൻഡിക്കേറ്റർ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ലിറ്റ്മസ് ആണ് ഒഴിക്കുന്നതെങ്കിൽ, ലിറ്റ്മസിന് റെഡ് കളർ ആണെങ്കിൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ബ്ലൂ ആയിട്ട് മാറും. അതേപോലെ തന്നെ മീഥൈൽ ഓറഞ്ചിന്റെ ഓറഞ്ച് കളറിനെ അത് ഒഴിക്കുമ്പോൾ അത് യെല്ലോ ആയിട്ട് മാറ്റും. ഫിനോൾഫ്തലീൻ കളർലെസ് ആണ്, അത് ഒഴിക്കുമ്പോൾ പിങ്ക് ആയിട്ട് മാറും. ഇൻസോലുബിൾ ആയിട്ടുള്ള ബേസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, അതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഇനിയും സോപ്പ് എന്താണ്, ബേസ് ഒരു സോപ്പി സബ്സ്റ്റൻസ് ആണ്, അതിനൊരു സ്ലിപ്പറി ടച്ച് ഉണ്ടാവും. എങ്ങനെയാണ് അത് വരുന്നത്? നമുക്കറിയാം, കോസ്റ്റിക് സോഡ അതിനെ NaOH എന്ന് പറയും, കോസ്റ്റിക് പൊട്ടാഷ് KOH എന്ന് പറയും. രണ്ടും സ്ട്രോങ് ആൽക്കലീസ് ആണ്. ആൽക്കലീസ് എന്ന് പറയുമ്പോൾ സോയിലബിൾ ആയിട്ടുള്ള ബേസ് ആണ്, ഇല്ലേ? വെള്ളത്തിൽ സോയിലബിൾ ആവുന്ന ബേസ് ആണ്. അവർ എന്താണ്, ഓയിലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓയിൽ എങ്ങനെ ഉണ്ടാകുന്നു? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫുഡിൽ നിന്ന് കഴിക്കുന്ന ഫുഡിനെയൊക്കെ ഫാറ്റി ആസിഡ്സ് ആയിട്ടൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ ഫാറ്റ്സ് ആയിട്ട് നമ്മുടെ ടിഷ്യൂവിൻ്റെ അടിയിലൊക്കെ ഉണ്ട്, സ്കിന്നിൻ്റെ അടിയിലൊക്കെ ഉണ്ട്, അല്ലേ? ഇപ്പം നമ്മുടെ ബെല്ലി ഫാറ്റ് ഈ അഡിപ്പോസ് ടിഷ്യൂവിൽ വന്ന് ഈ ഫാറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തെ ഫുഡ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ കവിളിൽ ഒക്കെ, ഇല്ലേ? ചിലരുടെ മുഖമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓയിലി സ്കിൻ ആയിരിക്കും, അല്ലേ? അവരെപ്പോഴും സോപ്പ് ഇട്ട് എന്ത് ചെയ്യും? അത് കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് സോപ്പ് ഇടുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഈ NaOH ആ ഓയിലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? അവിടെ ഒരു പത പോലെ ഉണ്ടാവും. അങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യുന്നത്? കുറയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും നമുക്കവിടെ പറയാനുള്ള നാലാമത്തെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ, ദേ ആർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ദേ ആർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഈ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആൾക്കാരെയാണ്, ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്, ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം ഇത് മാത്രം പഠിച്ചാൽ മതി, കറണ്ട് കടത്തിവിടുന്ന സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ? ഇനി അവരുടെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ, ദേ ഷോ എ മൈൽഡ് കൊറോസീവ് ആക്ഷൻ. ദേ ഷോ എ mild corrosive action on skin എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതായിട്ട് നമ്മുടെ സ്കിൻ പൊള്ളും, നമ്മുടെ സ്കിന്നിലൊക്കെ വീണ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മൈൽഡായിട്ട് കൊറോസീവ് ആണ്. ഓക്കെ, സ്ലൈറ്റ് ബേൺ ഉണ്ടാക്കും, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി ആയിരുന്നു ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എന്താ കെമിക്കൽ പ്രോപ്പർട്ടീസ്? അതായത് ഈ ബേസ് കെമിക്കലി വേറെ ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്താ, ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ സാധനം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ മോളിക്കുലാർ ലെവലിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, കെമിക്കലി ഇന്റേണലി. ഓക്കെ ആണല്ലോ? അപ്പം ഹെഡിങ് എഴുതുക, കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ properties of base. ഒന്നാമത്തെ എഴുതുക, ബേസ് റിയാക്ട് വിത്ത് കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ. എവിടെ കാർബൺ ഡയോക്സൈഡ് കൂടുതലും കാണപ്പെടുന്നത്? എയറിൽ. ചുമ്മാ എയറിൽ ഇഷ്ടത്തിന് കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ടു ഫോം കാർബണേറ്റ്സ്. ഈ കാർബണേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഭിനവിന് അറിയാമോ മോനെ? കാർബണേറ്റ്സ് എന്താ? കാർബണേറ്റ്സ് നമ്മൾ കൊക്കോളയ്ക്കകത്ത് പെപ്സിക്കകത്തും കാണുന്ന, അത് ഡിഫ്യൂസ് ചെയ്തിട്ടാണ് ആ ഒരു കാർബണേറ്റഡ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. കാർബണേറ്റ്സ് വാട്ടർ ഡിഫ്യൂസ് ചെയ്യുമ്പോഴാണ് കാർബണേറ്റഡ് വാട്ടർ, അതായത് സോഡ ക്രിയേറ്റ് ചെയ്യുന്നത്. കാർബണേറ്റ്സ് ആണോ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്, അതോ കാർബൺ ഡയോക്സൈഡ്? കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ കാർബണേറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സിംപിളി CO3 എന്ന് പറയുന്ന ഒരു അയോണാണ്. അത് ഏതെങ്കിലും ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് കാർബണേറ്റ് ഉണ്ടാകുന്നത്. അതായത് സോൾട്ട് ഉണ്ടാവും.
അത് ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളതാണ് കേട്ടോ. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമെങ്കിൽ മാത്രമേ ഇനി ഇപ്പോൾ ഈ ചാപ്റ്റർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലായി. ഞാൻ എന്തായാലും അതും കൂടി ഉൾപ്പെടുത്തി പറയാം. ഓക്കെ, അപ്പോൾ തൽക്കാലം വിചാരിക്കുക കാർബണേറ്റ് എന്ന് പറയുമ്പോൾ അയോൺ ഏതാ? CO3 2- ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താ പറയുന്നത്? ബേസ്, ഏതെങ്കിലും ഒരു ബേസ് എടുക്കുക. NaOH ബേസ്. ബേസിന്റെ പ്രത്യേകത എന്താ? OH മൈനസ് അയോൺസ് അയോൺ ആയിട്ട് വരുന്നതും O2 മൈനസ് അയോൺസ് അയോൺ ആയിട്ട് വരുന്നതും എന്താ? ബേസ് ആണ്. അതായത് ബേസിനെ പറയുന്നത് OH മൈനസ് അയോൺസ് ആയിട്ടും വരുന്നതും O2 മൈനസ് അയോൺസ് ഉള്ളതും എന്താണ്? ബേസ് ആണ്. ഇപ്പോൾ NaOHനകത്ത് ഏതൊക്കെ അയോൺ ഉണ്ട്? NaOHനകത്ത് ഏതൊക്കെ അയോൺ ഉണ്ട്? Na പ്ലസും ഉണ്ട്, Na പ്ലസും ഉണ്ട്, OH മൈനസും ഉണ്ട്. അപ്പോൾ ഇവിടെ OH മൈനസ് അയോൺ ഉള്ളതുകൊണ്ട് ഇതെന്താ? ഇതൊരു ബേസ് ആണ് അല്ലേ? അപ്പോൾ ഈ ബേസ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ ബേസ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, കാർബണേറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. കാർബണേറ്റ് നോക്കി, സോഡിയത്തിന്റെ കാർബണേറ്റ്. ഇവിടെ ഏതൊക്കെ അയോണാ? ഇവിടെ Na പ്ലസും OH മൈനസും ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അയോൺ ഏതായിരിക്കും? കാർബണേറ്റ് ആണ്, CO3 2- ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുക? ഈ Na പ്ലസ് നേരെ തന്നെ ഇവനുമായിട്ട് പോയി ചേർന്നിട്ട് Na2CO3 ഉണ്ടാവുക ബൈ ക്രോസിങ്. പ്ലസ് എന്താ? ബാക്കി ഒരു OH ഉണ്ട്. OH ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്തുള്ളൂ? വാട്ടർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ക്ലിയർ ആയിട്ട് അറിയത്തില്ലെങ്കിൽ ഈ റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. വാലൻസിയും അതൊക്കെ നന്നായിട്ട് അറിഞ്ഞാലേ ഈ റിയാക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഓക്കെ? ഓക്കെ, അഭിനവിന് ഈ റിയാക്ഷൻ എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ചെറുതായിട്ട്. അതായത് അയോണുകൾ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിനകത്തെ അയോൺ Na പ്ലസും OH മൈനസും ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനകത്തെ അയോൺ CO3 2- ആണ്. അപ്പം ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ മോളിക്യൂളിന്റെ ഒരു പോസിറ്റീവ് അയോണും ഈ മോളിക്യൂളിന്റെ നെഗറ്റീവ് അയോണും തമ്മിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പം Na പ്ലസും CO3 2- കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഇവിടെ വരികയും ഇവിടെ 1 എന്ന് പറയുന്നത് ഇവിടെ വരികയും ചെയ്യും. അപ്പോൾ Na2CO3 ഇതൊരു സോൾട്ട് ആണ്. ഇതിനെയാണ് കാർബണേറ്റ്സ് എന്ന് പറയുക. ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്കി ഇവിടെ ഒരു OH മൈനസ് അയോൺസ് മാത്രം നിപ്പുണ്ട്. OH മൈനസ് അയോൺസ് എന്ത് ചെയ്യത്തില്ല? OH ആയിട്ട് ഒരിക്കലും നിൽക്കത്തില്ല, അത് വാട്ടർ ആയിട്ട് മാറും. മനസ്സിലായോ? ഇത് എഴുതുക. രണ്ടാമത്തെ നമുക്ക് എന്തെന്ന് എഴുതാം? KOH. ഇത് ബാലൻസ് ചെയ്യണം കേട്ടോ. ബാലൻസ് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കി, ഇവിടെ എത്ര നൈട്രജൻ അല്ലെ എത്ര സോഡിയം ഉണ്ട്? ഇവിടെ ഈ സൈഡിൽ 2 സോഡിയം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 2 സോഡിയം ആക്കണം. അപ്പോൾ ഇവിടെ മൊത്തം ഇവിടെ ഇപ്പം 2 ഓക്സിജനുമായി 2 ഹൈഡ്രജനുമായി ഇല്ലേ? അപ്പോൾ 2 ഓക്സിജനും 2 ഹൈഡ്രജനും ആകുമ്പോഴത്തേക്കും 2 ഓക്സിജൻ ഇവിടെ വരുമ്പോഴത്തേക്കും 3 2 5. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്താൽ പോലും അതായത് ബാലൻസ് ആയില്ലേ? 2 4 ഇവിടെ 3 1 4. ഓക്കെ, എല്ലാം ബാലൻസ്ഡ് ആയി. ഓക്കെ, എല്ലാമായി. ഓക്കെ, ഇവിടെ 2 ഇട്ട് കൊടുത്താൽ മതി. ഇനി അതേപോലെ തന്നെ KOHും എന്താണ്? CO2 ആയിട്ട് ചേരുമ്പോഴും എന്താ ഉണ്ടാകുന്നത്? K2CO3 ആണ് ഉണ്ടാകുന്നത്. പ്ലസ് എന്താ? H2O. അപ്പോഴും 2 ഇവിടെ കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ K പ്ലസും OH മൈനസ് അയോണുമാണ് ചേരുന്നത്. അല്ല, ഇതിനകത്തുള്ളത് അത് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അയോൺ CO3 2- ആണ്. അപ്പം ഈ K പോയിട്ട് ഇതുമായിട്ട് ചേരുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ K1 പ്ലസും അതേപോലെ തന്നെ CO3 2- കൂടാണ് ക്രോസ് ചെയ്യുന്നത്. ഇതിങ്ങനെ വരും. ഇതിങ്ങനെ വരുമ്പോൾ ഈ 2 താഴെ വരും, ഈ 1 ഇവിടെ വരും. 1 നമ്മൾ എഴുതത്തില്ല. ഓക്കെ, അപ്പോൾ എന്താ അവിടെ എന്തുണ്ടാവും? K2CO3 ഉണ്ടാവും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷൻ ആണ്. അതായത് ബേസ് റിയാക്ട് വിത്ത് ആസിഡ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. സോൾട്ടും വാട്ടറും ഉണ്ടാവും. നമ്മളത് ഓൾറെഡി പഠിച്ചാണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബേസ് എടുക്കുന്നു, NaOH. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ആസിഡ്. ഏതെങ്കിലും ഒരു ആസിഡ് പറഞ്ഞേ, HCl എടുക്കാം. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? നോക്കിയാൽ ഇവിടെ ഏതൊക്കെ അയോണാ? ഇവിടെ Na പ്ലസും OH മൈനസും. ഇവിടെ ഏതൊക്കെ അയോണാ? H പ്ലസും Cl-. ഇവിടത്തെ പോസിറ്റീവ് അയോൺ ഇവിടത്തെ നെഗറ്റീവ് അയോണുമായിട്ട് ചേർത്തുള്ളൂ. രണ്ടും Na പ്ലസും Cl രണ്ടും 1 ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? NaOH എന്ന് എഴുതാം ഇല്ലേ? ഇത് സോൾട്ട് ആണ്. പ്ലസ് ഈ OHും ഈ H കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും? NaCl ആണ് ഇവിടെ. NaCl plus H2. H2O. അതായത് H പ്ലസും OH മൈനസും കൂടെ ചേരുന്നത്.
ചെറുതായിട്ടൊരു മിസ്റ്റേക്ക്. ഞാൻ Na+HCl എന്നാ ഇട്ടത്. എന്നെ വെച്ച് ബേസിനെ പറ്റി അല്ലേ നമ്മൾ പഠിക്കുന്നത്, അപ്പൊ എന്നെ ഇട്ടാൽ ശരിയാവോ? ഓക്കെ സർ. സർ ഒരു ഡൗട്ട്. ആ പിന്നെ ബേസ് റിയാക്ട്സ് വിത്ത് കാർബണേറ്റ് ടു ഫോം വാട്ടർ. മറ്റേ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? ബേസ് റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം കാർബണേറ്റ്സ്. ഓക്കെ സർ. സർ പിന്നെ അതിന്റെ റിയാക്ഷൻ എല്ലാം ടേമിനൽ എന്ന് വെച്ചാൽ ഇതിന് ന്യൂട്രലൈസേഷൻ ആണെങ്കിൽ അതിന് വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ. ഓക്കെ. മൂന്നാമത്തേത് നമ്മൾ പറയുന്നത് they undergo precipitation reaction when added to salt solution of heavy metal. Heavy metal. Precipitation എന്ന് പറഞ്ഞാൽ എന്തായിരുന്നെന്നാ പറഞ്ഞേ ദിവ്യേ? പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നാ പറഞ്ഞേ? To form insoluble compounds. ഏതായിരുന്നു? Insoluble compounds in the like body. ഇൻസോലുബിൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ ഉണ്ടാകുന്നത്? എന്ന് വെച്ചാ അത് അലിയാത്തത് താഴെ. അത് അലിയാത്തതാണ്. അത് എങ്ങനെയാ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. മനസ്സിലായോ? ഓക്കെ സർ. ഞാൻ പഠിപ്പിച്ചായിരുന്ന രണ്ട് ബേസ് അല്ല, രണ്ട് സോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് മിക്സ് ചെയ്തുണ്ടാവുമ്പോൾ ഒരു ഇൻസോലുബിൾ സബ്സ്റ്റൻസ് ഉണ്ടാകുവാണെങ്കിൽ ആ റിയാക്ഷനെ പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? അതായത് രണ്ട് സോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാൻ രണ്ട് സോൾട്ട് എടുത്തിട്ട് അതിനെ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് രണ്ടും വെള്ളത്തിൽ അലിഞ്ഞു പോയി. ആ രണ്ട് സബ്സ്റ്റൻസിനെ ഞാൻ വേറൊരു പാത്രത്തിനകത്ത് ഒരുമിച്ച് ഒഴിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ഒരു ഇൻസോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ആ റിയാക്ഷനെ പ്രസിപ്പിറ്റേറ്റ് റിയാക്ഷൻ എന്ന് പറയും. മനസ്സിലായോ അഭിനവിന്? ഇല്ല, അതിന് ക്ലിയർ ഡെഫിനിഷൻ തരാമോ? അതായത് അല്ല, ഡെഫിനിഷൻ ഒന്നും പഠിക്കാനില്ല. പ്രസിപ്പിറ്റേഷൻ എന്താന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് അതായത് വെള്ളത്തിനകത്ത് ഡിസോൾവ് ആകുന്ന രണ്ട് സോൾട്ട് എടുക്കുകയാണ് എന്ന് വിചാരിച്ചു. അതായത് വെള്ളത്തിനകത്ത് സോലുബിൾ ആയിട്ടുള്ള രണ്ട് സോൾട്ട് എടുക്കുകയാണ്. അതിനെ വെള്ളത്തിൽ സോലുബിൾ ആക്കിയപ്പോൾ മൊത്തം എന്തായി? അത് അതിനകത്ത് ഡൈല്യൂട്ട് ആയിപ്പോയി. ആ രണ്ട് സൊല്യൂഷനെ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൽ ഒരെണ്ണം എന്താണ്? ഇൻസോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ ആ ഇൻസോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേറ്റ്. അപ്പം അഭിനവ് കാണാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇൻസോലുബിൾ സബ്സ്റ്റൻസ് ആണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻസോലുബിൾ സബ്സ്റ്റൻസ് എങ്ങനെ ഉണ്ടായത്? രണ്ട് സോലുബിൾ സബ്സ്റ്റൻസ് മിക്സ് ചെയ്തപ്പോൾ. ആണോ അഭിനവേ? മനസ്സിലായോ? അപ്പം നമുക്ക് ഇപ്പം ഒരു ഉദാഹരണം എടുക്കാം, എക്സാമ്പിൾ എടുക്കാം. CuSO4 ഇത് അക്വസ് ആണ്. അക്വസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടിരിക്കുന്ന എന്ന അർത്ഥം അക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സോലുബിൾ ആയിട്ടുള്ളത്. പ്ലസ് വേറൊരു സോൾട്ട് എടുക്കുകയാണ്, വേറൊരു NH4OH എടുക്കാം, ഒരു ബേസ് എടുക്കാം, NH4OH. ഇതും അക്വസ് ആണ്. ഇതും വെള്ളത്തിൽ ഡൈല്യൂട്ട് ആയിട്ടിരിക്കുകയാണ്, ഫുൾ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് തമ്മിൽ റിയാക്ട് ചെയ്താൽ നോക്കി, ഇവിടെ ഏതൊക്കെ അയോണാ? ഇവിടെ Cu2+ഉം ഇവിടെ SO4 അയോണുമാണ്. ഇവിടെ NH4+ അയോണും ഇവിടെ OH- അയോണുമാണ്. എങ്ങനെയായിരിക്കും ചേരുന്നത്? ഈ Cu നേരെ വന്ന് ഇതുമായിട്ട് ചേരും. അതുകൊണ്ട് ഈ OH-ഉമായിട്ട് ചേരും. കാരണം എന്താ? ഇവിടെ പ്ലസും ഇത് മൈനസുമായിട്ട് ചേരത്തുള്ളൂ. അപ്പോൾ എന്തുണ്ടാവും? CuOH ട്വൈസ് ഉണ്ടാവും അല്ലേ? ഈ NH നേരെ വന്ന് എവിടെ ചേരും? സൾഫേറ്റുമായിട്ട് ചേരും. അപ്പോൾ എന്തുണ്ടാവും? NH4 ട്വൈസ് SO4 ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ NH4 ട്വൈസ് എന്താണെന്നറിയാമോ? ഇത് അക്വസാണ്. എന്നാൽ ഈ ഉണ്ടായ CuOH ട്വൈസ് എന്താണെന്നറിയാമോ? ഇതിവിടെ പ്രസിപ്പിറ്റേറ്റാണ്. ഇതിന് ബ്ലൂ കളറാണ്, ബ്ലൂ പ്രസിപ്പിറ്റേറ്റാണ്, ബ്ലൂ PPT ആണ്. ഇത് സോലുബിൾ ആയിട്ട് അതിനകത്ത് കിടക്കും പ്രൊഡക്റ്റിനകത്ത്. അതായത് നിങ്ങൾ ഒരു പാത്രത്തിനകത്ത്, ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു പാത്രത്തിനകത്ത് CuSO4 എടുക്കുന്നു, അത് മിക്സ്ഡ് ആണ്. അതായത് വെള്ളത്തിനകത്ത് മിക്സ് അലിഞ്ഞ് കിടക്കുകയാണ്. വെള്ളം ഏതാ CuSO4 ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ കിടക്കുകയാണ്. വേറൊരു പാത്രത്തിൻ്റെ അകത്ത് നിങ്ങൾ എടുത്തു NH4OH എടുത്തു. ഇത് രണ്ടും കൂടെ നിങ്ങൾ മൂന്നാമതൊരു പാത്രത്തിനകത്ത് ഒഴിച്ചെങ്കിൽ
കുറച്ച് സാധനം അടിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അടി കെട്ടിക്കിടക്കുന്ന സാധനമാണ് CuOH ട്വൈസ്. ബാക്കി വെള്ളം കുറച്ച് മുകളിൽ കാണും. ആ മോളി വെള്ളമാണ് എന്ത് NH4 ട്വൈസ് SO4 എന്ന് പറയുന്നത്. ഇത് ഇൻസോലുബിൾ ആയിട്ട് കിടക്കുന്ന സാധനമാണ് എന്ത് CuOH ട്വൈസ്. ഓക്കെ ആണോ? മനസ്സിലായോ? അഭിനവ് ഓക്കെ ആണോ? ഞാൻ ഡയഗ്രാം കോപ്പി ചെയ്യുമായിരുന്നു. അടുത്തത് വേറൊരു എക്സാമ്പിൾ എടുക്കാം. സിങ്ക് സൾഫേറ്റ് എടുക്കുന്നു, ZnSO4 പ്ലസ് എന്താ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതും അക്വസ് ആണ്. ZnSO4 അക്വസ് ആണ്. കാരണം രണ്ട് അക്വസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മിക്സ് ചെയ്താലേ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ. അടുത്തത് NaOH എടുക്കുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡ്. അതും അക്വസ് ആണ്. മിക്സ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ Zn2+ അയോണും SO4 അയോണും ഉള്ളത് ഇല്ലേ? ഇവിടെ Na+ OH- ഉള്ളത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? Zn പോയിട്ട് എവിടെ ചേരും? Zn പോയിട്ട് OH ആയിട്ട് ചേർന്നിട്ട് ZnOH ട്വൈസ് ഉണ്ടാവും. Na പോയിട്ട് എന്താ സൾഫേറ്റുമായിട്ട് ചേർന്നിട്ട് എന്താ Na2SO4 ഉണ്ടാവും ഇല്ലേ? ഈ Na2SO4 സോൾട്ട് ആണ്, അത് അക്വസ്, വെള്ളത്തിൽ അലിയും. പക്ഷേ ഇത് എന്താണ്? ജലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയും. അതായത് കഞ്ഞിവെള്ളം പോലെ കിടക്കുന്ന പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ. ജലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, വൈറ്റ് PPT. പ്രസിപ്പിറ്റേറ്റിനെ എപ്പോഴും ഒരു ഡൗൺ ആരോ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഡൗൺ ആരോ ഒരു കോമ്പൗണ്ടിനോട് തന്നു കഴിഞ്ഞാൽ അത് പ്രസിപ്പിറ്റേറ്റ് ആണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തോണം. അതേപോലെ തന്നെ FeSO4 ഫെറസ് സൾഫേറ്റ് അത് അക്വസ് തന്നെയാണ് എടുക്കുന്നത്. അക്വസ് എടുത്താലേ പറ്റുള്ളൂ ഇല്ലേ? ശരിയല്ലേ? അത് എന്തുമായിട്ട് ചേരുകയാണ്? ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നെ എടുക്കുവാണ്, അതും അക്വസ് സ്റ്റേറ്റിലാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മിക്സ് ചെയ്താൽ എന്തുണ്ടാവും? ഇവിടെ Fe2+ അയോണും SO4 അയോണുമാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ Na+ OH- അയോണാണ് ഫോം ചെയ്യുന്നത് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത്, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഈ Fe പോയിട്ട് OH ആയിട്ട് ചേർന്നിട്ട് എന്തുണ്ടാവും? FeOH ട്വൈസ് ഫെറസ് ഹൈഡ്രോക്സൈഡ്. അതെന്താണെന്നറിയോ? ഒരു ഡേർട്ടി ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. ഒരു വല്ലാത്തൊരു എന്താണ് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു PPT ആയിരിക്കും ഫോം ചെയ്യുന്നത്. അത് തന്നെ ഡേർട്ടി ഗ്രീൻ എന്ന് പറയും. അനാലിറ്റിക്കൽ കെമിസ്ട്രിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഡേർട്ടി ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ്, ഗ്രീൻ PPT ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ എന്താ ബാക്കി? എന്താ? Na2SO4, അത് അക്വസ് ആണ്. അപ്പൊ നമ്മൾ എല്ലാം ഇപ്പൊ ഈ ബേസിന്റെ കെമിക്കൽ റിയാക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഇവിടെ ആദ്യത്തെ റിയാക്ഷനിൽ ഇത് ബേസ് ആണ്, രണ്ടാമത്തെ റിയാക്ഷനിൽ ഇത് ബേസ് ആണ്, മൂന്നാമത്തെ റിയാക്ഷനിൽ ഇത് ബേസ് ആണ്. ഓക്കെ. ഇനി നോട്ട് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ എഴുതിക്കോ. ഇവിടെ 2-3 ആൾക്കാർ റിയാക്ട് ചെയ്യത്തില്ല, അത് നമുക്ക് നോക്കാം. ദ ഹൈഡ്രോക്സൈഡ്സ് ഓഫ് സിങ്ക്, അലൂമിനിയം ആൻഡ് ലെഡ് ബീങ് ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അസിഡിക് സ്വഭാവവും കാണിക്കും ബേസിക് സ്വഭാവവും കാണിക്കുന്ന ആൾക്കാരെയാണ് ആംഫോട്ടറിക് എന്ന് പറയുന്നത്. ലെഡ് ബീങ് ആംഫോട്ടറിക് by nature dissolve in excess of NaOH, excess of NaOH or KOH, but other hydroxides do not. ആ എക്സെപ്ഷൻ റിയാക്ഷൻ കൂടെ എഴുതണം. ഇതൊരു എക്സെപ്ഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ നോർമലി തിങ്ക് ചെയ്യുന്ന പോലെ ഈ റിയാക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. അതായത് സിങ്ക് ഹൈഡ്രോക്സൈഡ്, നമ്മൾ എന്താ പറഞ്ഞത്? ഹൈഡ്രോക്സൈഡ്സ് ഓഫ് സിങ്ക്, അലൂമിനിയം, ലെഡ്. ഇതിന്റെ ഹൈഡ്രോക്സൈഡ്, സിങ്കിന്റെ ഹൈഡ്രോക്സൈഡ് ZnOH ട്വൈസ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് AlOH ട്രൈസ്, ലെഡിന്റെ PbOH ട്വൈസ്. ഇവർ 3 പേരും ആംഫോട്ടറിക് നേച്ചർ കാണിക്കുന്ന ആൾക്കാർ. ആംഫോട്ടറിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ് ആയിട്ടും ചിലപ്പോൾ ബിഹേവ് ചെയ്യും, ബേസ് ആയിട്ട് ബിഹേവ് ചെയ്യും. അവര് എക്സസ് ഓഫ് NaOHൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരങ്ങ് ഡിസോൾവ് ആയി പോകും. അതായത് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പ്രസിപ്പിറ്റേറ്റ് റിയാക്ഷൻ എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. പകരം അവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസോൾവ് ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? അത് ഡിസോൾവ് ആയി പോകുന്നതിന് കാരണം എന്താണെന്നറിയോ? ഇതിപ്പം ZnOH ട്വൈസ്, ഇത് നോക്കിയേ, NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടാകുന്ന ആളിനെ നോക്കിക്കോണം.
NaZnO2 പ്ലസ് H2O. നോക്കിക്കോണം ഇതെങ്ങനെ, ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട റിയാക്ഷനാണ്. ഇത് സോഡിയം സിങ്കേറ്റ് എന്നാണ് പറയുന്നത്. സോഡിയം സിങ്കേറ്റ് എന്ന് പറയും. സിങ്കേറ്റ് ഇതൊരു സോൾട്ടാണ്. ഇതെന്താ? ഇത് സോൾട്ട് ആണെങ്കിൽ ഇതെന്താ? ഇത് സോൾട്ട് ആണെങ്കിൽ ഇതെന്താ? വാട്ടറാണ്. സോൾട്ടും വാട്ടറും ഫോം ചെയ്യുവാന്ന് വിചാരിച്ചോ. സോൾട്ടും വാട്ടറും ഫോം ചെയ്യണമെങ്കിൽ ഇതെന്തായിരിക്കണം? ഇതൊരു ആസിഡ് ആയിരിക്കണം, ഇതൊരു ബേസും ആയിരിക്കണം. ഇത് ഓൾറെഡി ഒരു ബേസ് ആണെന്നറിയാം, പക്ഷേ ഇതും ബേസ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്, അല്ലേ? ZnOH2 ബേസ് അല്ലേ? പക്ഷേ ഇതിനകത്ത് അതെന്തായിട്ട് ആക്ട് ചെയ്തത്? ആസിഡ്. അതുകൊണ്ട് ഇതൊരു എക്സെപ്ഷൻ ആയി. സാധാരണ എന്താണ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ, ഇങ്ങനെ വരുമ്പോൾ റിയാക്ഷൻ നടക്കേണ്ടാത്ത, കാരണം രണ്ടും ബേസാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ ZnOH2 എന്ന് പറയുന്നത് ചില സമയം അസിഡിക് ബിഹേവിയറും കാണിക്കും. അങ്ങനെ ആസിഡും ബേസും കൂടെ ചേർന്നിട്ട് സോൾട്ടും വാട്ടറും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ZnO2 അതെങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ സിങ്കേറ്റ് എന്ന് പറയുന്ന ഒരു അയോൺ ഉണ്ട്. ZnO2 1- എന്നാണ് അയോണിൻ്റെ ആയത്. നമ്മൾ CO3 2- എന്നൊക്കെ പഠിക്കുന്ന പോലെ, അല്ലെ SO4 2- എന്ന് പഠിക്കുന്ന പോലെ തന്നെ ഒരു അയോണാണ് സിങ്കേറ്റ്. അതേപോലെ തന്നെ അലൂമിനേറ്റും ഉണ്ട്, AlO2 2-, അതും ഒരു അലൂമിനേറ്റ് എന്ന് പറയും, അതും ഒരു അയോണാണ്. മനസ്സിലായോ? ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, നമുക്ക് സോൾട്ടിനകത്തോട്ട് വരുന്ന സമയത്ത് സിങ്കേറ്റിനെ പറ്റി അലൂമിനേറ്റിനെ പറ്റി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് മനസ്സിലായോ? നമ്മുടെ അഭിനവിന് മനസ്സിലായോ? അഭിനവ് പിന്നെ ഒരു ആംഫോറ്ററിക് ഇല്ലേ, അതിന് മേ ആക്ട് ആസ് ആൻ ആസിഡ് ആസ് എ ബേസ് എന്നാണ് പറയുന്നത്. പറയുന്നത് കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? സംസാരിച്ചേ. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സർ. ഇത് മനസ്സിലായോ ഇപ്പൊ പറഞ്ഞേ? സർ, എനിക്ക് ഈ ആംഫോറ്ററിക് ഒരു ഡൗട്ട് ഉണ്ട്. അത് മേ ആക്ട് ആസ് ആൻ ആസിഡ് ആസ് എ ബേസ് എന്നാണ് പറയുന്നത്. ആസിഡും ബേസും ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ആംഫോറ്ററിക് എന്ന് പറയുന്നത്. ഓക്കെ സർ. സർ, പിന്നെ ഒരു റിക്വസ്റ്റ്, ഈ അലൂമിനിയത്തിനും പിന്നെ ലെഡിനും ഒരു ചെറിയ എക്സാമ്പിൾ തരാൻ പറ്റുമോ? അലൂമിനിയത്തിന് ലെഡിനും എക്സാമ്പിൾസ്. അല്ല, അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അലൂമിനിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് AlOH ട്രൈസ് ആണ്. അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം അലൂമിനേറ്റ് Na2AlO2 ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞത് നമുക്ക് ആ സോൾട്ടിനകത്ത് പഠിക്കാനുണ്ട്. ഇപ്പൊ എല്ലാ എക്സാമ്പിളും ഇവിടെ പഠിച്ചു പോകണ്ട. ഏതാ? ഓക്കെ സർ. അതേപോലെ ലെഡിന്റെ ഹൈഡ്രോക്സൈഡും PbOH ട്വൈസ് ആണ്. ഇപ്പൊ ഈ ZnOH ട്വൈസിന് പകരം PbOH ട്വൈസ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ AlOH ത്രൈസ് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാമോ? നാലാമത്തെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. നാലാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി, when alkalis are warmed in ammonium salt. എഴുതിക്കോ, when alkalis are warmed in ammonium salt. Ammonium salt. Ammonia gas is given out. Ammonia gas is given out. Ammonia gas is given out. അതായത് നമ്മൾ ഈ ആൽക്കലിനെ ഏതെങ്കിലും ഒരു അമോണിയം സോൾട്ട് ആയിട്ട്, അമോണിയം സോൾട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ പറഞ്ഞേ. NH4Cl അമോണിയം സോൾട്ടാ. NH4 എന്താ? വേറെ ഏതെങ്കിലും NH4Cl, നമുക്ക് ടെസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് NH4 twice SO2, അല്ലെ NH4 twice SO4. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആൽക്കലി എടുക്കുക. ഏതെങ്കിലും ഒരു ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു ആൽക്കലിയിൽ ഏറ്റവും അറിയാവുന്ന ആൽക്കലി നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഏതൊക്കെയാ? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആ NaOHനെ നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു അമോണിയം സോൾട്ടിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ അമോണിയ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും, NH3 ഫോം ചെയ്യും. അതാണ് ഈ റിയാക്ഷൻ പറയാൻ നോക്കിയോ. നമ്മളൊരു സോൾട്ട് എടുക്കുന്നു, അമോണിയം സോൾട്ട് NH4Cl. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു?
നമ്മളൊരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോവാണ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യാൻ പോവാ. അപ്പൊ എന്തുണ്ടാവും അറിയാമോ? അപ്പൊ എന്തായാലും ഇവിടുത്തെ അയോൺസ് ഏതൊക്കെയാ? NH4 പ്ലസും Cl മൈനസും ഇവിടെ Na പ്ലസും OH മൈനസും. എന്നാൽ ഇവിടെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ റിയാക്ട് ചെയ്യുന്നത് NH4 OH ആയിട്ട് അങ്ങനെയല്ല റിയാക്ട് ചെയ്യുന്നത്. ഈ NH4 പ്ലസ് എന്തായിട്ട് മാറും? അമോണിയ ആയിട്ട് അങ്ങ് മാറും. NH3 ആയിട്ട് അങ്ങ് മാറും, ലിബറേറ്റ് ചെയ്യും. പിന്നെ ബാക്കി എന്താ? ഈ എൻഎയും ഈ Clഉം കൂടെ ചേർന്നിട്ട് NaCl ഉണ്ടാവും. പിന്നെ ആര് മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? OH. OH ഒറ്റയ്ക്ക് നിൽക്കുമോ? OH എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും, H2 ആയിട്ട് മാറും. അറിയത്തില്ലേ? ചോദിക്കണം. അടുത്തത് വേറൊരു സോൾട്ട് എടുക്കാം. അമോണിയം സൾഫേറ്റ് NH4 ട്വൈസ് SO4. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അല്ലെ പൊട്ടാസ്യം KOH ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ എന്തുണ്ടാവും? ഇവിടെ ഏതൊക്കെ അയോണാ? NH4 പ്ലസ് അയോൺ ഉണ്ട്, SO4 2 മൈനസ് അയോൺ ഉണ്ട്, K പ്ലസ് ഉണ്ട്, OH മൈനസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എന്തായാലും അവിടെ ഒരു സോൾട്ട് ഉണ്ടാവും. എന്താ ആ സോൾട്ട്? K2SO4 അല്ലേ? പ്ലസ് എന്താ? അമോണിയ ലിബറേറ്റ് ചെയ്യും, NH3 ലിബറേറ്റ് ചെയ്യും, പ്ലസ് എന്താ? വാട്ടർ. ഇത് ബാലൻസ് ചെയ്യണം, കാരണം ഇവിടെ ബാലൻസിന് വ്യത്യാസമുണ്ട്. ഇവിടെ 2 കൊടുക്കുക, 2 ആയി. K2 2, ഇവിടെ ഒരു 2 കൊടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. അടുത്ത നോക്കിയോ, ജനറൽ യൂസസ് ഓഫ് ബേസസ്. ഹെഡിങ് കൊടുത്തു, ജനറൽ യൂസസ് ഓഫ് ബേസ്. ഒന്നാമത്തേത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. NaOHന്റെ ബേസ് എന്താണെന്നറിയോ? സോപ്പിന്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നു. മാനുഫാക്ചർ ഓഫ് സോപ്പ്. രണ്ടാമത്തേത് എന്താ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. അതിനെ നമുക്ക് മാനുഫാക്ചർ ഓഫ് സോൾട്ട്, soap and used in batteries. ഈ സൊല്യൂഷൻ ഒഴിക്കുന്ന ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാറിലൊക്കെ ഇരിക്കുന്നുണ്ട്, ഇൻവെർട്ടറിന്റെ ബാറ്ററി കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ഈ അതിനകത്തൊക്കെ KOH ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? മൂന്നാമത്തേത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്. ഇവനെ നമ്മൾ സ്ലേക്കറ്റ് ലൈം എന്ന് ഇതിന് വേറൊരു പേരുണ്ട്. നമ്മളത് പഠിച്ചായിരുന്നില്ലേ? സ്ലേക്കറ്റ് ലൈം എവിടെയോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? സ്ലേക്കറ്റ് ലൈം എവിടെയോ പറഞ്ഞായിരുന്നു. ഓക്കെ, അത് പഠിച്ചോണം അറിയത്തില്ലെങ്കിൽ. ഇത് ബ്ലീച്ചിങ് പൗഡറിന്റെ മാനുഫാക്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മാനുഫാക്ചർ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. അതേപോലെ തന്നെ സോഫ്റ്റനിങ് ഓഫ് ഹാർഡ് വാട്ടർ. നമ്മുടെ കുഴൽക്കിണറ്റിലെ വെള്ളത്തിനൊക്കെ ഉണ്ടല്ലോ, ഇത്തിരി കട്ടിയാണ്. കട്ടി മീൻസ് എന്താണ്? നമ്മൾ നോർമലി ഓപ്പൺ വെല്ലിലെ വെള്ളത്തിനെക്കാട്ടിലും ഒക്കെ ഒരു വേറൊരു ടേസ്റ്റും ഒക്കെയാണ്. നമ്മൾ കടൽ തീരത്ത് ചെന്നിട്ട് അവിടത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഇല്ലേ? അതുപോലെ ഒരു ഫീൽ ആയിരിക്കും കുഴൽക്കിണറ്റിലെ വെള്ളം. അപ്പോൾ അത് യൂഷ്വലി എന്ത് ചെയ്യുന്ന അറിയാം? അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് അതിന്റെ ഹാർഡ്നെസ് കുറയ്ക്കും. സോപ്പ് ഒന്നും പറയത്തില്ല. അല്ലെങ്കിൽ കുഴൽക്കിണറുള്ള വീട്ടിലെ അല്ലെങ്കിൽ സോപ്പൊക്കെ പതയാനായിട്ട് ഭയങ്കര പാടാണ്. തുണി അലക്കുന്ന സമയത്ത് സോപ്പൊക്കെ ഇങ്ങനെ പതയാനായിട്ട് പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? മാനുഫാക്ചർ ഓഫ് ബ്ലീച്ചിങ് പൗഡറും സോഫ്റ്റനിങ് ഓഫ് എന്താണ്? ഹാർഡ് വാട്ടർ. സോഫ്റ്റനിങ് ഓഫ് ഹാർഡ് വാട്ടർ. അടുത്തത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, നാലാമത്തെ MgOH ട്വൈസ്. ഇവന്റെ വേറെ പേരുണ്ടെന്ന് അറിയോ? മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് ഇവനെ വിളിക്കാറുണ്ട്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ. നമ്മള് വയറ്റില് നമുക്കിപ്പം ഈ പറഞ്ഞ അസിഡിറ്റി ഒക്കെ വരുന്ന സമയത്ത് ഒരു പച്ച മരുന്ന് നമ്മൾ മേടിച്ച് കുടിക്കാറുണ്ട്. ഒരു പച്ച കളറിലുള്ള ഒരു സിറപ്പ് നമ്മൾ മേടിച്ച് കുടിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാർണിസൈൻ എന്ന് പറയും. കുടിച്ചിട്ടുണ്ടോ? അറിയാമോ അഭിനവന്? നല്ല ടേസ്റ്റ് ആണ് അത്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. നമ്മുടെ വയറ്റിൽ അസിഡിറ്റി കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആസിഡും ബേസും ചേരുമ്പോൾ എന്തുണ്ടാവും? സോൾട്ടും വാട്ടറും ഉണ്ടാവും. ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് എഴുതുക.
used as an antacid. Used as an antacid. അടുത്തത് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, AlOH thrice. AlOH thrice, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അത് used as a foaming agent in fire extinguisher. Used as a foaming agent in fire extinguisher. അടുത്തത് അതേപോലെ തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4OH. അതിനെ നമ്മൾ ഗ്രീസ് ഒക്കെ കളയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ ക്ലോത്തിൽ നിന്നും ഒക്കെ ഗ്രീസ് സ്റ്റെയിൻ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ പറ്റും. ടു റിമൂവ് ഗ്രീസ് സ്റ്റെയിൻ from cloth. അടുത്തത് MgO, magnesium oxide, in making refractory bricks. അതേപോലെ കാൽസ്യം ഓക്സൈഡ്, CaO എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കും. ഡ്രൈയിങ് ഏജന്റ്. അതേപോലെ ബേസിക് ഫ്ലക്സ്. ഈ ബേസിക് ഫ്ലക്സും ഈ റിഫ്രാക്ടറി ബ്രിക്സും ഒക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പല കോമ്പൗണ്ടുകൾ പഠിക്കാനുണ്ട്. അറിയോ, HCl, അമോണിയ, സൾഫ്യൂരിക് ആസിഡ്, അതിനകത്തൊക്കെ വരുന്ന സാധനമാണ്. അവിടെ വരുമ്പോൾ ഇതിന്റെ യൂസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ബേസിക് ഫ്ലക്സ് എന്നും കൂടെ എഴുതിക്കും. ബേസിക് ഫ്ലക്സ്. അഭിനവ് എഴുതാൻ പറ്റുന്നുണ്ടോ? എഴുതിയോ? എനിക്ക് MgO ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ എഴുതി. So MgO in making refractory bricks. So ഇത് പറയാൻ പറ്റും. എന്തായിരുന്നു? റിഫ്രാക്ടറി ബ്രിക്സിന്റെ ഒരു റിഫ്രാക്ടറി ബ്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടികയില്ലേ? ഓക്കെ സാർ, ഇഷ്ടിക ഇപ്പൊ മനസ്സിലായി. ഇഷ്ടികയാണ്. ഡ്രൈയിങ് ഏജന്റ്, CaO ഡ്രൈയിങ് ഏജന്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിനകത്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതിന് മണ്ടയ്ക്കോട്ട് CaO ഇട്ട് കഴിഞ്ഞാൽ ആ CaO വെള്ളത്തിനെല്ലാം വലിച്ചെടുക്കും. അതിലെ ബേസിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. നമ്മുടെ അയണിന്റെ മാനുഫാക്ചറിന്റെ അവിടെ നമുക്ക് ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നുള്ള പഠിക്കാനുണ്ട്. അവിടെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത ഹെഡിങ് എഴുതിക്കോ, ടെസ്റ്റ് ഫോർ അസിഡിറ്റി ആൻഡ് ആൽക്കലൈനിറ്റി. അടുത്ത ഹെഡിങ് ടെസ്റ്റ് ഫോർ അസിഡിറ്റി ആൻഡ് ആൽക്കലൈനിറ്റി. ടെസ്റ്റ് ഫോർ acidity and alkalinity. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് പറയാനുള്ള എന്താണെന്നറിയാമോ? നമുക്കറിയാം ആസിഡ് ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവണം? H+ അയോൺസിന്റെ സാന്നിധ്യം ഉണ്ടാവണം അല്ലേ? ശരിയല്ലേ? ആണോ അഭിനവേ? ആണ് സർ. H+ അയോൺസിന്റെ സാന്നിധ്യം ഉണ്ടാവണം. ബേസ് ആണെങ്കിൽ അവിടെ OH- H+ അയോൺസ് എന്തായിട്ടിരിക്കുന്നതാണ്? H+ അയോൺസ് ഒരിക്കലും H+ അയോൺസ് ആയിട്ടിരിക്കില്ല. H3O+ അയോൺസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അല്ലെ? ഹൈഡ്രോണിയം അയോൺ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ആസിഡിനകത്ത് H3O+ അയോൺസിന്റെ ഇത് കൂടുതലാണെങ്കിൽ അതിനകത്ത് എന്തുവാ? അതിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്, നല്ലതായിട്ട് അസിഡിക്കാണ്. ഇനി നമ്മൾ എടുക്കുന്ന ബേസിനകത്ത് OH- അയോൺസ് കൂടുതലാണെങ്കിൽ അതിനകത്ത് എന്തുവാ? അത് നല്ലൊരു ബേസ് ആണെന്നാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മള് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് എന്തേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഇപ്പൊ ഒരു പാത്രത്തിനകത്ത് ഒരു ആസിഡ് ഒരു ബേസ് എടുത്ത് വെച്ചിരിക്കുക.
അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് മാത്രമേ ഇൻഡിക്കേറ്റർ വെച്ച് അറിയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിക്കേറ്ററെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഒരു പി എച്ച് സ്കെയിൽ ഉണ്ട്. പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത് 0 തൊട്ട് 14 1 തൊട്ട് 14 വരെയാണ് അതിന്റെ റീഡിങ്സ് വരുന്നത്. സ്കെയിലാണ്. അപ്പൊ അതൊരു പേപ്പറാണ്. അപ്പം ആ പേപ്പർ നമ്മൾ ആസിഡിനകത്ത് മുക്കുന്ന സമയത്ത് അതിന് നല്ല റെഡ് കളറാണ് വരുന്നെങ്കിൽ അത് ഹൈലി ആസിഡിക് ആണ്. ഒരു ഓറഞ്ച് കലർന്ന റെഡാണ് വരുന്നതെങ്കിൽ അതിന് അസിഡിറ്റി കുറച്ച് കുറവാണ് അർത്ഥം. അതിങ്ങനെ ഇങ്ങനെ വന്ന് ഗ്രീൻ ആണെങ്കിൽ അത് വാട്ടറിന്റെ വാട്ടറിന്റെ ന്യൂട്രൽ എന്നർത്ഥം. പിന്നെ അത് നേരെ ഇൻഡിഗോയിലും വയലറ്റിലോട്ടും ഒക്കെ പോവാണെങ്കിൽ ബ്ലൂ ആയിട്ട് നല്ല ബ്ലൂ ആയിട്ട് മാറുവാണെങ്കിൽ അതെന്താ ഹൈലി ബേസിക് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 14. അതായത് 7ന്റെ താഴോട്ടുള്ള പി എച്ച് വാല്യൂ എല്ലാം അസിഡിക്കും, 7ന്റെ മുകളിലോട്ടുള്ള വാല്യൂസ് എല്ലാം എന്താണ് ബേസിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ അഭിനവ്? ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾ അയണിക് പ്രോഡക്റ്റ് ഒക്കെ പഠിച്ചു. അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ പഠിച്ചില്ല? ഏതാ? ഓക്കെ, ഇതും കൂടെ എഴുതിക്കോ. അതിന്റെ താഴോട്ട് എഴുതിക്കോ പി എച്ച് സ്കെയിൽ എന്നും കൂടെ എഴുതിക്കോ. പി എച്ച് സ്കെയിൽ, പി എച്ച് സ്കെയിൽ, പി എച്ച് സ്കെയിൽ എഴുതുക. എ ഡാനിഷ് ബയോകെമിസ്റ്റ് Sorensen devised a scale known as pH scale, which represents the H3O plus ion concentration in a given aqueous solution. Aqueous solution. ഒരു given aqueous solution അത് എത്രത്തോളം H3O plus ions ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്കെയില് ഡാനിഷ് ബയോകെമിസ്റ്റ് ആയിട്ടുള്ള സോറൻസൺ എന്ന് പറയുന്ന ആള് കണ്ടുപിടിച്ചു. അതിനാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? The P in pH stands for potence in German meaning power. So pH means power of hydrogen. ഇനി അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതിക്കോണം. The pH of a solution is the negative logarithm of hydrogen ion concentration expressed in moles per liter. അതിന്റെ യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. The pH of a solution is the negative logarithm of hydrogen ion concentration. അത്ര മതി. ഓക്കെ, അത് വേണമെങ്കിൽ എന്താണ് എക്സ്പ്രസ്ഡ് ഇൻ മോൾസ് പെർ ലിറ്റർ എന്നുള്ളത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. എഴുതിക്കോ എക്സ്പ്രസ്ഡ് ഇൻ മോൾസ് പെർ ലിറ്റർ. അപ്പം ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. pH is equal to negative log to the base 10 of H3O plus ion concentration. കോൺസെൻട്രേഷനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇവിടെ നിർത്താം.
നമുക്ക് ഞാൻ PH ന്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഞാൻ ഇതിന്റെ കണക്കൂടെ ഒന്ന് നോക്കട്ടെ. കാരണം അത് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ ഈ അയോണിക് പ്രോഡക്റ്റ് പക്ഷേ ഈ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു, ബോർഡ് എക്സാമിന് ചോദിച്ചായിരുന്നു, പക്ഷെ മാർക്ക് കിട്ടിക്കാണും, സിലബസിൽ ഇല്ല. എന്തായാലും നോക്കാം, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഓക്കെ ആണോ? മനസ്സിലായോ? നമ്മുടെ അഭിനവ് ഓക്കെ ആണോ? Yes sir, okay yes sir. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ് ഞാൻ നാളെ ഇരിക്കുന്നുണ്ടോ? നാളെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നാളെ കെമിസ്ട്രി ഇട്ടിട്ടുണ്ട്. നാളെ യൂഷ്വലി ക്ലാസ് ഇല്ല, എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നതാണ്. Okay sir. അപ്പൊ എക്സ്ട്രാ ക്ലാസ് വല്ല ഡിഫറെന്റ് ടൈമിംഗ് ആണോ? അല്ലല്ല, ഞാൻ ആ ഗ്രൂപ്പിൽ ടൈമിംഗ് ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ. Okay sir, thank you, bye.